ഹലോ, എൻ്റെ പേര് അഫ്ഷാൻ മനാഫ്, കാസർഗോഡ് നിന്ന്. ഞാൻ ഇവിടെ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് അക്കാഡമിയിലെ ഒരു +2 സ്റ്റുഡൻറ്റാണ്. ഇപ്പോൾ ഫൈനൽസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. So if you ask me what I learned about this past 2 years in this Alpha Academy, it truly has been a blessing. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എന്താ പ്രതീക്ഷിക്കണം വരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ന്യൂ ലൈഫ്, പുതിയ ഹോസ്റ്റൽ, പുതിയ ഫ്രണ്ട്സ്, പുതിയ നാട്, പുതിയ ആൾക്കാർ. ബട്ട് ഇവിടെ ആൽഫയിൽ വന്നിട്ട് സത്യം പറയട്ടെ, not only I grew more intellectually, I grew as a person itself. With so many life lessons from our administrators, wardens and coordinators and very friendly teachers. Especially ഞങ്ങളെ ക്ലാസ് ഇൻചാർജ് മിസ്, നമ്മളെ ബ്ലെസ്സി മാമും ശ്രീലക്ഷ്മി മാമായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷത്തെ ടീച്ചർമാരുണ്ടായത്. അവർ നോട്ട് ഓൺലി ദ ലുക്ക് ആഫ്റ്റർ us ആസ് എ പാരൻറ്റ് ബട്ട് ഓൾസോ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്. അവരുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു സ്ട്രെസ് ഫ്രീ എൻവയൺമെൻറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം എവിടെയും കിട്ടാൻ പോകുന്നില്ല. ലൈക്ക് ഓവറോൾ ഇറ്റ്സ് എ ബെസ്റ്റ് ചോയ്സ് ഐ ഹവ് മേഡ് ടിൽ നൗ. ആലപ്പുഴ ജില്ലയിലെ ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ്. 20 വർഷത്തിന് മേളിൽ എൻട്രൻസ് ഫീൽഡിൽ മുന്നിൽ നിന്നിരുന്ന ആൽഫ 2017 മുതലാണ് +1+2നോടൊപ്പം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് എൻട്രൻസ് പഠിക്കാൻ വേണ്ടി സ്കീമുമായി മുന്നോട്ട് വന്നത്. വെറും 4 വിദ്യാർത്ഥികളായിട്ട് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത്രയധികം വളർന്നത് ഇവിടുത്തെ പഠന മികവും അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന അവസരങ്ങളും കൊണ്ടാണെന്ന് ഇവിടുത്തെ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിസ്സംശയം പറയാൻ സാധിക്കും. പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ദൂരെ നിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ക്യാമ്പസിനുള്ളിലായിട്ടാണ്. ഓഫീസ്, സ്കൂൾ ബിൽഡിംഗ്, സിക്ക് റൂം, വിസിറ്റേഴ്സ് റൂം, ഹോസ്റ്റൽ എല്ലാം ക്യാമ്പസിനുള്ളിലായിട്ട് തന്നെയാണുള്ളത്. ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിലെ മാത്യു ടിറ്റോയുടെ മദറാണ്. മാത്യു 10th കഴിഞ്ഞിരുന്ന സമയത്ത് ഏത് സ്കൂളിലാണ് +1ലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടത്, എൻട്രൻസ് എങ്ങനെ പോകണം എന്നിങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ വളരെ അവിചാരിതമായിട്ടാണ് റോജർ സാറിനെ കുറിച്ചും ആൽഫ അക്കാഡമിയെക്കുറിച്ചും ഞങ്ങൾ കേൾക്കാനിടയായത്. അപ്പോൾ അവിടെ വന്ന് ആൽഫ അക്കാഡമിയിൽ വന്ന് സാറിനെ കണ്ടു. സാർ വിവിധ തരം +2 കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്ന കുറേയധികം എൻട്രൻസ് എക്സാമുകളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആൽഫയിലെ കോച്ചിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു തന്നു. അതോടെ ഞങ്ങളുടെ ഒരു വലിയ കൺഫ്യൂഷൻസ് മാറി. ഞങ്ങൾ മാത്യുവിന് ആൽഫയിൽ തന്നെ അഡ്മിഷൻ എടുത്തു. ആൽഫ അക്കാഡമി ആലപ്പുഴ ബയോമാത്സ് +2 ബാച്ചിലെ ഹർഷ സന്തോഷ് എന്ന വിദ്യാർത്ഥിനിയുടെ അമ്മയാണ് ഞാൻ. എൻട്രൻസിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൽഫ അക്കാഡമി. വളരെ കുറച്ച് കുട്ടികളെ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. ആ കുട്ടികളിൽ ഒരു റിസൾട്ട് കണ്ടെത്താൻ അവർ ആവുന്ന ഒരു 100% ഡെഡിക്കേറ്റഡായിട്ടാണ് ആ ടീച്ചേഴ്സ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. രാവും പകലും അവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ച് അവരുടെ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ശരിക്കും ആ കുഞ്ഞുങ്ങളെക്കാട്ടി നന്നായിട്ട് അവർ അവരുടെ ആ ലക്ഷ്യത്തിലെത്താൻ അവരെ സഹായിക്കുന്നുണ്ട്. നമസ്കാരമുണ്ട്. എൻ്റെ പേര് അബ്ദുൽ മനാഫ്. എൻ്റെ മകൻ അഫ്ഷാൻ മനാഫ് ആൽഫ ജീനിയസ് എന്നാണ് +1 +2 കഴിഞ്ഞത്. ഇപ്പോഴവൻ കഴിഞ്ഞതേ ഉള്ളൂ. ഈ വർഷമാണ് അവൻ്റെ ലാസ്റ്റ് എക്സാം നടന്നത്. അപ്പോൾ അതൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളാണ്. ഐ മീൻ +1 +2 പഠിക്കുന്നതോടൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കോച്ചിങ്ങും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് അവരുടെ പഠന രീതികളൊക്കെ. ഇപ്പോഴും ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ഉള്ള കുട്ടിയുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ദേ ഹാവ് ബീൻ ഡൺ ഗ്രേറ്റ് ജോബ്. അപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയതെന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഒരുപാട് ജേണിയുണ്ട്. ആ ജേണിയിൽ എനിക്ക് താങ്ക്സ് പറയേണ്ടത് അവിടുത്തെ ടീച്ചേഴ്സിനെയാണ്. Good morning. I'm mother of Nevin Matthews, who is just going to complete integrated training program from Alpha Academy.
I actually reside in Kochi, but I heard about Alpha Academy and I thought of putting him in Alpha Academy. Like now he is going to complete, like 2 years he's going to complete. While he's about to complete, I really would like to thank all the teachers there, and especially Roger sir and Jinsi madam, who has been a constant support for him. ഞാൻ മായ, ഒരു അധ്യാപികയാണ്. എൻ്റെ മകൻ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ +1 ബയോമാത്സ് വിദ്യാർത്ഥിയാണ്. മകൻ ഒരു ഹോസ്റ്റലറും കൂടിയാണ്. ഞാൻ എൻ്റെ മകനെ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ വിടുവാനുള്ള കാരണം എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞറിഞ്ഞതിൽ നിന്നാണ്. തീർച്ചയായിട്ടും എന്താണോ അവർ പറഞ്ഞത് അതെല്ലാം 100% ശരിയാകത്തക്ക രീതിയിലാണ് സ്കൂളിൻ്റെ പ്രവർത്തനം എന്നാണ് എൻ്റെ മകനിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമസ്കാരം, എൻ്റെ പേര് നിത്യ. ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ +1 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ ഹരികൃഷ്ണൻ്റെ അമ്മയാണ്. ഹരികൃഷ്ണൻ 10th കഴിഞ്ഞ സമയത്ത് ഏത് സ്കൂൾ ചൂസ് ചെയ്യണമെന്നും ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണമെന്നുള്ള കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ഹസ്ബൻഡ് റോജർ സാറുമായിട്ട് സംസാരിക്കാനിടയായത്. സാറ് ഒരു കരിയർ ഗൈഡൻസ് എന്ന നിലയിൽ ഏതൊക്കെ സ്ട്രീം ചൂസ് ചെയ്താൽ ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ഫ്യൂച്ചർ സ്റ്റഡീസ് സാധ്യമാവുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തരികയും സാറിൻ്റെ വാക്കുകളിൽ കൺവിൻസ്ഡ് ആയിട്ട് ഞങ്ങൾ ആൽഫ ജീനിയസ് സ്കൂൾ തന്നെ ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല കുറേ ഡെസിഗ്നേഷൻസിൻ്റെ പ്രൊഫൈലുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ കുട്ടികളാണ് എപ്പോഴും ഈ ഡെസിഗ്നേഷനിലൊക്കെ ഏറ്റവും കുറവായി എത്തുന്നത്. എന്നാൽ ലിറ്ററസിയിലും എഡ്യൂക്കേഷനിലും ഏറ്റവും മുമ്പിലാണ് നമ്മുടെ കേരളം. 10th ക്ലാസ്സിലും +2ലും ഏറ്റവും കൂടുതൽ A+, A1ലും മുമ്പിലാണ് നമ്മുടെ കേരളം. ഹൈ പ്രൊഫൈലിലേക്ക്, ഹൈ ഡെസിഗ്നേഷനിലേക്ക്, ഹൈ ക്യാമ്പസുകളിലേക്ക് ഒരു വിദ്യാർത്ഥിയെ എത്തിക്കാൻ അവരുടെ ഡെസിഗ്നേഷൻ ഓറിയൻറ്റഡ് സ്റ്റഡിയും അതേപോലെ എബിലിറ്റിയെ ഇംപ്രൂവ് ചെയ്യാനുള്ള സിസ്റ്റവും ഒരേപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. ഞാൻ അല്ല, ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളുടെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ക്ലിയറിംഗ് ക്ലാസ്സസ് ആണ്. എല്ലാ ദിവസവും ഡെയിലി എക്സാംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്നന്ന് പഠിക്കുന്ന അന്നന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഞാനൊരു ഹോസ്റ്റലറാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് സ്റ്റാഫ്സ് ഞങ്ങൾക്ക് തരുന്ന കെയർ ആൻഡ് സപ്പോർട്ട് വളരെ വലുതാണ്. വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു വിഷമവും അറിയിക്കാതെയാണ് ഞങ്ങൾ അത്രയും സ്നേഹത്തോടെ സ്വന്തം മക്കളെ പോലെ നോക്കുന്നത്. എൻ്റെ മോള് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ പലർക്കും അന്വേഷിച്ചപ്പോൾ എല്ലാവരും എനിക്ക് സജസ്റ്റ് ചെയ്തത് ആൽഫ ജീനിയസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആലപ്പുഴയ്ക്ക് ഞങ്ങളെല്ലാവരും പോയി കണ്ടു നോക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ നല്ലതായി ഞങ്ങൾക്ക് തോന്നി. അതുമാത്രമല്ല അവിടുത്തെ ഹോസ്റ്റലിലെ അവിടുത്തെ സ്റ്റാഫെല്ലാം മക്കളോടൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അവരുടെ മാതാപിതാക്കളൊന്നും ഇല്ലാത്ത സങ്കടമൊന്നും അറിയിക്കാതെ അവരോട് ചേർന്ന് നിന്നാണ് അവർ പോകുന്നത്. ആലപ്പുഴത്തിന് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം. നല്ല ഓരുള്ള വെള്ളമാണ് ആലപ്പുഴയിലുള്ളത്. അതിനു വേണ്ടിയിട്ടായി സാറ് മണിക്കൂറിൽ 5 ലിറ്റർ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന ഒരു 6 പ്ലാന്റ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അതിനോട് കൂടി തന്നെ UV സ്റ്റെറിലൈസറും നല്ല ഹൈജീനോട് കൂടിയാണ് സാറ് ഹോസ്റ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിന് ഒരു ടാഗ് ലൈൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അവർ വിഷൻ ക്രിയേറ്റിംഗ് സക്സസ് ഇൻ കരിയർ ആൻഡ് ലൈഫ്. കരിയറിലും ലൈഫിലും ഒരേപോലെ സക്സസ് നേടാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കാനുള്ള ക്യാമ്പസ്. കരിയറിൽ സക്സസ് നേടുക എന്ന് പറയുമ്പോൾ ആ 11th 12th പഠിക്കുന്ന സെയിം ടൈമിൽ തന്നെ +2 ഉയർന്ന മാർക്ക് മേടിക്കുന്നതിനോടൊപ്പം 42ഓളം വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കുള്ള ട്രെയിനിങ് ആ അക്കാഡമിക് ഇയറിൽ തന്നെ സ്ട്രെസ് ഫ്രീ ആയി പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് നൽകുന്നു. ഇതിനോടൊപ്പം ലൈഫിൽ സക്സസ് നേടുവാൻ എങ്ങനെയാണ് ഒരു സാധാരണ സ്കൂൾ സിസ്റ്റത്തിൽ ലഭിക്കാത്ത ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുവാൻ, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ, മെൻ്റൽ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യുവാൻ, ഇതിനെല്ലാം വേണ്ട സൗകര്യങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെ, യോഗ ക്ലാസ്സുകളിലൂടെ, ഫിറ്റ്നസ് സെഷൻസിലൂടെ
കരിയർ ഓറിയൻറ്റേഷനിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിലും സക്സസ് നേടാൻ വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതാണ് ഈ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിൽ ജീനിയസ് സ്കൂളിൻ്റെ ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഫിറ്റ്നസ് സൗകര്യങ്ങളും അക്കാഡമിക് ബിൽഡിങ്ങും ലൈബ്രറി ഫെസിലിറ്റിയും എല്ലാം ഒരേ ഒരു കൊടക്കീഴിൽ കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഈ സ്കൂൾ സിസ്റ്റത്തിലൂടെ ഈ ക്യാമ്പസിലേക്ക് കാലുകുത്തുന്ന ഒരു കുഞ്ഞ് ഇവിടെ നിന്നും വിജയം നേടി മാത്രമേ മടങ്ങൂ, അത് കരിയറിലും ലൈഫിലും. ഇതാണ് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ 11th 12th സ്റ്റഡി കരിക്കുലം എന്ന് പറയുന്നത്.